വ്യാപാരി വ്യവസായി ഏകോപന സമിതി കൊല്ലം ജില്ലാ കമ്മിറ്റിയുടെ വ്യാപാരി കുടുംബ സുരക്ഷാ പദ്ധതി പ്രകാരമുള്ള 6ാം ഘട്ട ധനസഹായ വിതരണം 23-ന് നടക്കും. തഴവ കുറ്റിപ്പുറത്താണ് സ്നേഹസ്പർശം പരിപാടി സംഘടിപ്പിക്കുന്നത്. ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കൊല്ലം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്നേഹസ്പർശം വ്യാപാര കുടുംബ സുരക്ഷാ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 5 കുടുംബങ്ങൾക്കുള്ള 6ാം ഘട്ട ധനസഹായ വിതരണം നടത്തുന്നു. ചൊവ്വാഴ്ച വൈകിട്ട് 4 മണിക്ക് തഴവ കുറ്റിപ്പുറത്ത് പരിപാടി സംഘടിപ്പിക്കും. ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിലാണ് കാര്യം അറിയിച്ചത്. ഈ പദ്ധതി എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിലെ 10 ജില്ലകളിൽ ഇപ്പോൾ കഴിഞ്ഞ 3 വർഷമായി നടന്നു വരുന്നു. കൊല്ലം ജില്ലയിൽ കഴിഞ്ഞ 2023 നവംബറിലാണ്. അപ്പോൾ അത് തുടങ്ങിയതിന് ശേഷം നമ്മൾ മരണപ്പെട്ടു പോയിട്ടുള്ള 36 അംഗങ്ങൾ മരണപ്പെട്ടു പോയി. അതിൽ നമ്മൾ 25 കുടുംബങ്ങൾക്ക് ഇതിനകം കൊടുത്തു കഴിഞ്ഞു. കഴിഞ്ഞ 2 മാസമായിട്ടുള്ള അങ്ങനെ കൊടുക്കാനുള്ളത്. അതിൽ 5 കുടുംബങ്ങൾക്കാണ് ഇപ്പോൾ ഉള്ളത്. ഇത് എന്ന് പറയുന്നത് ഇത് പദ്ധതിയുടെ ഒരു വിശദീകരണം നമ്മൾ പറയാം. ഇതിൽ അംഗമായി ചേരുന്ന ഒരാൾ മരണപ്പെട്ടു പോയാൽ ആ അംഗത്തിൻ്റെ കുടുംബത്തിന് 10 ലക്ഷം രൂപ കുടുംബസഹായ നിധിയായി കൊടുക്കുന്ന ഒരു പദ്ധതിയാണ്. സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര ഉദ്ഘാടനം നിർവഹിക്കും. ജില്ലാ പ്രസിഡന്റ് എസ് ദേവരാജൻ അധ്യക്ഷത വഹിക്കും. CR മഹേഷ് MLA ധനസഹായ വിതരണം നിർവഹിക്കും. സമയത്ത് ഞങ്ങൾ കഴിഞ്ഞിട്ടേ അറിയാനുള്ള ബാധ്യതയുണ്ട്. 10 ലക്ഷം രൂപ നീക്കി ബാക്കി ഉണ്ടാക്കി വച്ചിട്ട് ലഭിക്കുന്ന സ്ഥിതിയല്ല ഇപ്പോൾ വ്യാപാരികളുണ്ട്. അപ്പം അത് കണക്കിലെടുത്തുകൊണ്ട് ഒരു വ്യാപാരിക്ക് അങ്ങനെ ഒരു ദുസ്ഥിതി വന്നാൽ കുടുംബം വഴിയാധാരമാകരുത് എന്നുള്ള പ്രധാന ലക്ഷ്യത്തോടു കൂടിയാണ് കുടുംബ സുരക്ഷാ പദ്ധതി രൂപം നൽകിയത്. എന്നാൽ മറ്റ് 8 ജില്ല 9ാമത് ജില്ലയാണ് കൊല്ലം. 10ാമത് ജില്ല കൊല്ലത്തെ ജില്ലാ പ്രസിഡന്റ് നേതൃത്വത്തിൽ അത് കുറച്ചുകൂടെ ജനകീയമാക്കുന്നതിന് വേണ്ടി ഉദാരമായിട്ട് മറ്റുള്ള ജില്ലകളിലൊക്കെ ചെയ്തതിനേക്കാൾ കുറച്ചുകൂടെ ഉദാരമായിട്ടുള്ള വ്യവസ്ഥകൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഞങ്ങൾ നടപ്പാക്കിയിട്ടുള്ളത്. ജില്ലാ പ്രസിഡന്റ് എസ് ദേവരാജൻ, മേഖലാ പ്രസിഡന്റ് KJ മേനോൻ, യൂണിറ്റ് പ്രസിഡന്റ് K മാത്യു, ജനറൽ സെക്രട്ടറി രാജേന്ദ്രൻ കാട്ടൂർ, ട്രഷറർ Y റഹീം കുഞ്ഞു തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.